എവ്രി വൺ, വെൽക്കം ടു കേസ് മെൻറ്റർ. ഞാൻ റീമ, ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. പലർക്കും ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. അയ്യോ, ഇതെങ്ങനെ പഠിക്കും, എങ്ങനെയാണ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. എന്നാൽ ചിലരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഇംഗ്ലീഷല്ലേ എനിക്കറിയാം, ഭയങ്കര ഈസിയാണ്. ഓക്കെ, ഈ രണ്ട് പേർക്കും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. അതായത് ചിലർ ഓർക്കും സ്കൂൾ ഡേയ്സിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഈസിയാണ്, അന്ന് ഞാൻ ടോപ്പർ ആയിരുന്നു, എനിക്കറിയാം, അങ്ങനെയുള്ളവർ ഉണ്ട്. പക്ഷെ അതല്ല നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോഴത്തെ ഇംഗ്ലീഷ് അതല്ല. എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ സ്കൂൾ ഡേയ്സിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സേ ഡിഗ്രി ലിറ്ററേച്ചർ ആണെങ്കിൽ ആ പഠിക്കുന്നതല്ല നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കുള്ളത്. ഓക്കെ, കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കണം, കാരണം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇനി അതല്ല, ചിലപ്പോൾ ഒരു പ്രാവശ്യം എക്സാം എഴുതിയിട്ടുണ്ടാവും, അപ്പോഴും ഇംഗ്ലീഷിന് മാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, ബാക്കി എല്ലാത്തിനും പറ്റുന്നുണ്ട്. ചിലപ്പം ലാക്ക് ഓഫ് ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പം അയ്യോ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നും ഇല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. പക്ഷേ പൊതുവെ കമ്പയർഡ് ടു അതർ സബ്ജക്ട്സ് എല്ലാവർക്കും ഇംഗ്ലീഷ് ഒരു പേടി സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാത്തവരും ഉണ്ട് കേട്ടോ, ബട്ട് സ്റ്റിൽ പൊതുവേ ഉള്ളൊരു ഒരു ജനറൽ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാണ്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ബേസിക് കോൺസെപ്റ്റ് തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. അതായത് ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുമ്പം ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് SVA എന്നായിരിക്കാം ചിലപ്പോൾ കാണുന്നത്. ഓക്കെ, SVA, SVA. S for subject, V for verb, A for agreement. Okay, A for agreement. അതായത് SVA എന്ന് പറഞ്ഞ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള റിലേഷൻ, അതാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് ആണ്. ഇത് പഠിക്കുവാണെങ്കിലുണ്ടല്ലോ, ഈവൻ നമ്മുടെ ലാംഗ്വേജ് വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മളൊരു സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്കും അത് പ്രോപ്പർ ആയിട്ടാണോ ഫ്രെയിം ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം സബ്ജക്റ്റും വേർബും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അവർ എഗ്രിമെന്റിൽ പോകുന്നു, നല്ല ടേംസിലാണോ പോകുന്നത് എന്നൊക്കെ നോക്കാം. അപ്പൊ ചില ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇൻ ഷോർട്ട് SVA എന്ന് കാണാം. ചിലടത്ത് ഈ റിലേഷന് ഒരു പേര് പറയാറുണ്ട്, കോൺകോഡ് എന്നായിരിക്കുവേ, കോൺകോഡ്. ഓക്കെ, യു കോൾ ഇറ്റ് ആസ് കോൺകോഡ്. അപ്പൊ അങ്ങനെയും ചിലപ്പം കാണാറുണ്ട്. ഓക്കെ, സോ ഐദർ SVA ഇൻ ഷോർട്ട്, വിച്ച് ഇസ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ കോൺകോഡ് എന്നും പറയാം. ക്ലിയർ? യെസ്. അപ്പോ തുടങ്ങാം അല്ലേ? ഓക്കെ, ഫൈൻ. അങ്ങനെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റിലാണ് തുടങ്ങുന്നത് കേട്ടോ. എന്നിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ റിലേഷൻ പഠിക്കുന്ന സമയത്ത് സബ്ജക്റ്റ് ആരാ, വേർബ് ആരാ എന്നൊക്കെ പഠിക്കണം. അപ്പൊ നമ്മൾ ബേസിക്കിൽ നിന്ന് തുടങ്ങാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ പറ്റി പറയുന്നു അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, ഇതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാണ് ദിസ് ഇസ് എ പെൻ. ഓക്കെ, ദിസ് ഇസ് എ പെൻ. അപ്പൊ ഞാൻ എന്തിനെ പറ്റി പറയുന്നേ? പെന്നിനെ പറ്റി. അപ്പൊ അവിടുത്തെ സബ്ജക്റ്റ് ആരാ? പെൻ. ഓക്കെ, ദിസ് ഇസ് എ പെൻ. ഞാൻ എന്തിനെ പറ്റി പറയുന്നു അല്ലെങ്കിൽ ആരെ പറ്റി പറയുന്നു, അതാണ് സബ്ജക്ട്. വേറൊരു എക്സാമ്പിൾ, ദാ ഇവിടെ ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. സിസേഴ്സ് അല്ലേ? വാട്ട് ഇസ് ദിസ്? സിസേഴ്സ്. അപ്പോൾ ഞാൻ എന്തിനെ പറ്റിയാ പറയുന്നത്? സിസേഴ്സിനെ പറ്റി അല്ലെ? ഐ ഹാവ് എ പെയർ ഓഫ് സിസേഴ്സ്. ഐ ഹാവ് എ പെയർ ഓഫ് സിസേഴ്സ്. അപ്പോൾ ഐ എം ടോക്കിംഗ് അബൌട്ട് സിസേഴ്സ്. സിസേഴ്സ് എന്ന് പറയുന്നതാണ് സബ്ജക്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടെ ഇനി ഓരോന്നും പറക്കിയെടുത്ത് കാണിക്കുന്നില്ല. ദാ ഈ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദേ എക്സാമ്പിൾ ഒന്ന് വായിച്ചേ. സിത്താര ഡാൻസസ്. സിത്താര ഡാൻസസ്. ആരെ പറ്റിയാ പറയുന്നത്? സിത്താരെ പറ്റി. ഓക്കെ, സിത്താരയാണ് അവിടെ ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ ആരെ പറ്റി പറയുന്നു? സിത്താര. സിത്താര എന്ന് പറയുന്നതാണ് സബ്ജക്ട്. ഈ സിത്താരയ്ക്ക് പകരം സേ ഞാനിപ്പോ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഷീ എന്ന് പറഞ്ഞാൽ ഷീ ഡാൻസസ്. ഓക്കെ, ആദ്യം തന്നത് സിത്താര ഡാൻസസ് എന്നാണ്. ഇപ്പൊ ഞാൻ സിത്താരയ്ക്ക് പകരം ഞാൻ ഷീ എന്ന് കൊടുത്താൽ ഷീ ഡാൻസസ്. അപ്പൊ ആരെ പറ്റിയാ പറയുന്നത്? ഷീനെ പറ്റി അല്ലെങ്കിൽ സിത്താരെ പറ്റി. ഇത് രണ്ടും സബ്ജക്റ്റാ. ഓക്കെ, സിത്താര എന്ന് പറയുന്നതും ഷീ എന്ന് പറയുന്നതും സബ്ജക്റ്റ് ആണ്.
ഓക്കെ, അപ്പൊ അതാണ് ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, ദാറ്റ് ഇസ് സബ്ജക്ട്. സി, കണ്ടോ, ദ പേഴ്സൺ ഓർ ദി ഒബ്ജക്ട്, തിങ്. അപ്പൊ എന്തിനെ പറ്റി പറയുന്നു അല്ലെങ്കിൽ ആരെ പറ്റി പറയുന്നു, ഇതാണ് സബ്ജക്ട്. കണ്ടോ? ഓക്കെ, ശരി. ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു. അപ്പൊ അത് എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ആവണം എന്നില്ല, ഒരു സാധനം ആവണം എന്നില്ല, മനുഷ്യരാവാം. അതാ ഞാൻ പറഞ്ഞ ആരെ പറ്റി, അബൌട്ട് ദ പേഴ്സൺ ഓർ അബൌട്ട് ദി തിങ്, ഒബ്ജക്ട്. ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, ഇത് സബ്ജക്ട്. ശരി, അടുത്ത നോക്കാം. വേർബ്. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ആക്ഷൻ, എന്ത് വർക്ക് നടക്കുന്നോ, എന്ത് ജോലി നടക്കുന്നോ, എന്ത് വർക്കാണ് അവിടെ നടക്കുന്നത്, ആ ആക്ഷൻ പാർട്ടിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. സിതാര ഡാൻസസ്. സിതാര അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സിതാര അവിടെ ഡാൻസ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ ഈ ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നതാണ് അവിടുത്തെ വേർബ്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഐ എം ടീച്ചിങ്, അല്ലെ? ഞാനിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ടീച്ചിങ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വേർബ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാണ്. യു ആർ ലിസ്ണിംഗ് ടു ദ ക്ലാസ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ക്ലാസ് കേൾക്കുകയാണ്, ലിസ്ണിംഗ്. അപ്പൊ അവിടുത്തെ വേർബ് എന്താണ്? ലിസ്ണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണോ അവിടെ നടക്കുന്ന ആക്ഷൻ, ഇതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ സബ്ജക്റ്റ് ആരാന്ന് മനസ്സിലായി, വേർബ് ആരാന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താന്ന് നോക്കണം. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. ഭാഗ്യത്തിന് ഈ ഒരു സെഷനിലുണ്ടല്ലോ നമുക്ക് ആകെ കൂടെ ഒരൊറ്റ കോൺസെപ്റ്റ് പഠിച്ചാൽ മതി. ബാക്കിയുള്ള സെഷൻസിലൊക്കെ നമുക്ക് ഒരുപാട് റൂൾസ് പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. അത്രയ്ക്ക് സിമ്പിളാ. നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ റൂൾ കേട്ടോ. ഈ ഒരൊറ്റ റൂള് നിങ്ങൾ പഠിച്ചാൽ മതിയേ. ഒറ്റ റൂള് പഠിച്ചാൽ മതി. സി, സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. ഈ ഒരു ബേസിക് റൂള് മാത്രം പഠിച്ചാൽ മതി. സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. ഓർ യൂസ് വേർബ് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട്. യൂസ് വേർബ് അക്കോർഡിംഗ് ടു ദി സബ്ജക്ട്. സബ്ജക്ട് സിംഗുലർ ആണെന്ന് വിചാരിക്കുക, വേർബും സിംഗുലർ ആവണം. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആവണം. അപ്പൊ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിലോ വേർബും പ്ലൂറൽ. അപ്പൊ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾ വേർബ് യൂസ് ചെയ്യുക. ആ ഒരൊറ്റ ബേസിക് കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. ഓക്കെ, നോക്കാം. ഇപ്പോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ എന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? ഞാൻ അതിനെ ഒന്ന് റീഫ്രെയിം ചെയ്തൊന്ന് എടുക്കുവാണേ ഒന്നുകൂടെ. അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഓക്കെ, വേർബ് എന്തായിരിക്കും എന്നാ പറഞ്ഞത്? വേർബും സിംഗുലർ ആയിരിക്കും. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വേർബ് എങ്ങനെയായിരിക്കും? വേർബും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് എന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ കോൺസെപ്റ്റ് നമുക്ക് ഫോളോ ചെയ്യാനുള്ളൂ. ഇതാണ് ഇവിടുത്തെ റൂള്. ഈ ഒരൊറ്റ റൂളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യാനുള്ളത്. ഈ ഒരൊറ്റ റൂള് മാത്രം നോക്കുക. ഓക്കെ, ഈ റെഡ് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വേർബും സിംഗുലർ ആക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയാ വേർബിനെ സിംഗുലർ ആക്കുന്നതെന്ന് അറിയോ? നമ്മൾ അവിടെ എസ് എന്നോ ഇ എസ് എന്നോ ആഡ് ചെയ്താൽ മതി. ഓക്കെ, എസ് അല്ലെങ്കിൽ ഇ എസ് എന്ന് ആഡ് ചെയ്താൽ വേർബിനെ നമുക്ക് സിംഗുലർ ആക്കാൻ പറ്റും. പ്ലൂറൽ വേർബ് ആക്കാനായിട്ട് എസ് ഓർ ഇ എസ് ഒന്നും ഇല്ല കേട്ടോ. അവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. തൊട്ട് മുന്നേ തന്നെ കണ്ട എക്സാമ്പിൾ അതിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോ സിതാര ഡാൻസസ്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടത് സിതാര ഡാൻസസ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോ ഹി അല്ലെങ്കിൽ ഷീ സിങ്സ്. ഓക്കെ, ഹി അല്ലെങ്കിൽ ഷീ സിങ്സ്. ഈ ഹി സിംഗുലർ ആണല്ലോ, അല്ലെ? ഷീയും സിംഗുലർ ആണല്ലോ, ആണ്. അപ്പൊ സബ്ജക്റ്റ് അവിടെ സിംഗുലറാ. അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ വേർബും സിംഗുലർ ആവില്ലേ? വേർബ് സിംഗുലർ ആവുമ്പോൾ എന്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്? ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ് എന്ന് കൊടുക്കണം. ഓക്കെ, അതാണ് അവിടെ സിങ്സ് എന്ന് വന്നത്. മനസ്സിലായോ? ഹി സിങ്സ് അല്ലെങ്കിൽ ഷീ സിങ്സ് എന്ന് വന്നു. ഓക്കെ, അങ്ങനെയാണ് നേരത്തെ സിതാര ഡാൻസസ് എന്ന് പറഞ്ഞൂടെ? പറ്റും, കാരണം ഡാൻസിന്റെ കൂടെ എസ് വന്നു. അപ്പൊ വേർബിനെ സിംഗുലർ ആക്കാൻ ഒന്നുകിൽ എസ് അല്ലെങ്കിൽ ഇ എസ് കൊടുത്തു, അല്ലെ? വേറെ ഒരെണ്ണം, സേ ഹി ടീച്ചസ്. ടീച്ചസ് ഇ എസ് വന്നതുണ്ടോ? ടീച്ച് ഇ എസ്, ടീച്ചസ്. അപ്പം ചില വേർബിനെ സിംഗുലർ ആക്കാൻ എസ് ഇട്ടാ മതി. നമ്മൾ സിങ്സ് എന്ന് പറയുന്ന പോലെ, ഡാൻസസ് എന്ന് പറയുന്ന പോലെ. ചിലടത്ത് പക്ഷെ ഇ എസ് എന്ന് കൊടുക്കണം. ഇപ്പൊ ഹി വാച്ചസ് മൂവീസ്.
ഹി വാച്ചസ്. കണ്ടോ അവിടെ ES വന്ന് കണ്ടോ? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ചിലടത്ത് S കൊടുക്കണം, ചിലടത്ത് ES കൊടുക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതെപ്പോഴാ? ഇത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആവണം. ഓക്കെ. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആവണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, ദേ അല്ലെങ്കിൽ വി. ഈ ദേ എന്ന് പറയുന്നത് എന്താ? അവർ. വി എന്ന് പറയുന്നതോ? നമ്മൾ, അല്ലെ? അപ്പൊ അവർ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ? അവരത് ചെയ്തു, അല്ലെങ്കിൽ ഇവരിത് ചെയ്തു, നമ്മൾ അവിടെ പോകാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അല്ലെങ്കിൽ അവർ എന്ന് പറയുന്നത് പ്ലൂറലാ. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആവണം. അപ്പൊ ഇതെങ്ങനെ വരും? വി സിങ് അല്ലെങ്കിൽ ദേ സിങ്, വി ഡാൻസ്, ഓക്കെ, വി ടീച്ച്, വി വാച്ച് മൂവീസ്, ദേ കുക്ക്, ദേ സ്റ്റഡി വെൽ. കണ്ടോ? വി ലേൺ മ്യൂസിക്. ലേൺ, അവിടെ ലേൺസ് അല്ല. അപ്പൊ പ്ലൂറൽ വേർബ് ആണെങ്കിൽ SORESന്റെ ആവശ്യമില്ല. ഓക്കെ. സോ ദേ സിങ്, വി ഡാൻസ്, വി കുക്ക്, ദേ സ്റ്റഡി, വി ലേൺ. പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വേർബ്, അവിടെ SORES ഒന്നും ഇല്ല. ഇനി ഇതിന്റെ കൂടെ ഞാൻ രണ്ടുപേരെയും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഒന്ന് ഐ. ഈ ഐ എന്ന് പറയുന്നത് ഞാനാ. ഞാൻ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം ഞാൻ ഇവിടെ ഒരാളെ ഉള്ളൂ. ഓക്കെ, ഞാൻ എന്ന് പറയുന്ന ആള് ഒരാളാണ്. പക്ഷേ എന്താണെന്നറിയോ, ഞാൻ ഒരാളാണെങ്കിലും ഗ്രാമറിലോട്ട് വരുമ്പം പണ്ട് കാലത്ത്, കിങ്ങിന്റെ കാലത്ത്, ഓക്കെ, ഈ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രാജാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ആരെവിടെ? നാം കൽപ്പിക്കുന്നു എന്നാ പറയുന്നത്. ഓക്കെ, ഞാൻ കൽപ്പിക്കുന്നു എന്നല്ല, നാം കൽപ്പിക്കുന്നു എന്നാണ്. മീൻസ് ആ ഒരു പവറിന്റെ ആ ഒരു ഇതിൽ വെച്ച് പറയുന്നതാണ്. ആരിവിടെ? ഞാൻ കൽപ്പിക്കുന്നു എന്നല്ല, നാം കൽപ്പിക്കുന്നു എന്നാണ്. അപ്പൊ ആ നാം എന്നുള്ളത് ഒരു പ്ലൂറൽ സെൻസ് ആണ്. അപ്പൊ അങ്ങനെ ഈ ഐക്ക് ഒരു പ്ലൂറൽ ഫോം വരുവാണ്. അപ്പൊ അത് ഇങ്ങനെയാ വന്നിരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ ഞാൻ ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഞാൻ ഒരാളാണ്. പക്ഷേ നാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അതിനൊരു പ്ലൂറൽ സെൻസ് വരുന്നത്. അപ്പൊ ഐയുടെ കൂടെ നമ്മൾ പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. അപ്പൊ ഞാൻ ഒരാളാണ്, അത് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. ഞാൻ എന്ന് പറയുമ്പം ഞാൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് സിംഗുലർ ആണ്. പക്ഷേ നാം എന്നുള്ള കോൺസെപ്റ്റ് പണ്ടത്തെ രാജാവിന്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ആ നാം പ്ലൂറൽ ആയിട്ട് നമ്മൾ എടുക്കണം. അതായത് ഐ പ്ലൂറൽ ആയിട്ട് എടുക്കണം. അതുകൊണ്ട് ഐ സിങ്, ഐ ഡാൻസ്, ഐ സ്റ്റഡി വെൽ, ഐ ടീച്ച് വെൽ, ഐ കുക്ക് വെൽ, ഐ ലേൺ മാത്തമാറ്റിക്സ്. കണ്ടോ? അതൊന്ന് ഓർത്തോണം. ഇതുപോലെ തന്നെ ഒരാളെയും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം. യുവിനെയും കൂടെ പരിചയപ്പെടുത്തി തരാം. അതായത് യു, ഇപ്പൊ ഈ ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഉള്ളൂ എന്ന് വിചാരിക്കാം, ഒരു സ്റ്റുഡന്റേ ഉള്ളൂ എങ്കിൽ ഞാൻ പറയാണ്, യു സിങ് വെൽ. നീ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ. ഓക്കെ, ഒരാളെ നോക്കി എനിക്ക് പറയാം നീ എന്ന് പറയാം. നീ ഫുഡ് കഴിച്ചോ, നീ പഠിച്ചോ എന്നൊക്കെ എനിക്ക് ചോദിക്കാം. പക്ഷെ ഈ ക്ലാസ്സിൽ 100 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന 100 കുട്ടികളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കും, അല്ലെ? നിങ്ങൾ ഫുഡ് കഴിച്ചോ, നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ അവിടെ പോയോ, നിങ്ങൾ എന്ന് പറയും. അപ്പൊ മലയാളത്തില് ഒരാളാണെങ്കിൽ നമ്മൾ നീ എന്നും, കുറെ പേരാണെങ്കിൽ നിങ്ങളെന്നും പറയും, ആണല്ലോ. പക്ഷെ ഇംഗ്ലീഷില് ഈ നീ എന്ന് പറയുന്നതും നിങ്ങൾ എന്ന് പറയുന്നതും നമ്മൾ യു തന്നെയാ പറയുന്നത്, സെയിമാ. ഓക്കെ, ഐ റിപ്പീറ്റ്, ഇംഗ്ലീഷില് നീ ആണെങ്കിലും നിങ്ങളാണെങ്കിലും യു എന്നാ പറയുന്നത്. പക്ഷെ മലയാളത്തില് ഒരാളാണെങ്കിൽ നീ, കുറെ പേരാണെങ്കിൽ നിങ്ങൾ എന്നാ പറയുന്നത്, അല്ലെ? ഇംഗ്ലീഷില് നീ ആണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ യു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ രണ്ടുപേരെയും കൂടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ട് രണ്ടിനും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ യുവിന്റെ കൂടെയും നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. കാരണം അത് നീ ആവാം, നിങ്ങളാവാം. അപ്പൊ രണ്ടുപേരെയും കൂടെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ യുവിന്റെ കൂടെ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാം. യു സിങ് വെൽ, യു ടീച്ച് വെൽ, യു ഡാൻസ് വെൽ. കേട്ടോ? അപ്പൊ സാധാരണ പ്ലൂറൽ വേർബിനൂടെ, പ്ലൂറൽ സബ്ജക്റ്റിനൂടെ പ്ലൂറൽ വേർബ്. പക്ഷെ ഐയും യുവും ഈ സ്പെഷ്യൽ റീസൺ കാരണം അവരുടെ കൂടെയും നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇത്രയും ഞാൻ ഈ പഠിപ്പിച്ച ഈ കോൺസെപ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കോൺസെപ്റ്റോട് കൂടി നമ്മുടെ ഈ ടോപ്പിക്ക് കഴിയാണ്. ഇത്രയേ ഉള്ളൂ ശരിക്കും പഠിക്കാനായിട്ട്. ഇനി നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്, അല്ലെ? പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പ് അതിനെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കുറെ പാറ്റേൺസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ആ പാറ്റേൺസ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, സോ ഇപ്പൊ ഈ ഇത്രയും പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. അതായത്
സബ്ജക്റ്റും വേർബും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ കാണാനുള്ളത്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്. അപ്പം സബ്ജക്റ്റ് ആരാ, വേർബ് ആരാന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ആക്ഷൻ. അപ്പൊ ഇവര് തമ്മിൽ എന്താണ് റിലേഷൻ? സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ വേർബ് യൂസ് ചെയ്യണം. ഐ റിപ്പീറ്റ്, യൂസ് വേർബ് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട്. സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾ വേർബ് യൂസ് ചെയ്യണം. സബ്ജക്റ്റ് സിംഗുലർ ആണോ, വേർബും സിംഗുലർ. വേർബിനെ എങ്ങനെ സിംഗുലർ ആക്കാം? എസ് എന്നോ ഇഎസ് എന്നോ ആഡ് ചെയ്യാം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വേർബും പ്ലൂറൽ ആണ്, അവിടെ എസ് ഓർ ഇഎസ് ഒന്നും ഇല്ല. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഷീ ലേൺസ്, ഷീ സ്ലീപ്സ്, ഹി ഡാൻസസ്, ഹി കുക്സ്. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് ആണ് പ്ലൂറൽ വേർബ്. വി ടീച്ച്, വി സിറ്റ്, അല്ലെങ്കിൽ ദേ ലുക്ക്. പ്ലൂറൽ സബ്ജക്റ്റിനോട് പ്ലൂറൽ വേർബ്. എന്നാൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാവുന്ന രണ്ട് പേരും കൂടെ ഉണ്ട്, ഐയും യു. ഐയും യു. ഐ ഞാനാണ്, പക്ഷെ പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച്, കിങ് പറയുന്ന അനുസരിച്ച് നാം എന്നൊരു കോൺസെപ്റ്റ്, അതുകൊണ്ട് ഐനെ നമ്മൾ പ്ലൂറൽ സെൻസിൽ കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഐയുടെ കൂടെ പ്ലൂറൽ വേർബ്. ഐ നോ ഇറ്റ്, ഐ സ്റ്റഡി വെൽ, ഐ ടീച്ച് വെൽ, ഐ കുക്ക് വെൽ. ഓക്കെ, ഇതേപോലെ യു ഒരാളെ നോക്കിയും പറയാം, 100 പേരെ നോക്കി പറയാം. അതുകൊണ്ട് യുവിന്റെ കൂടെ രണ്ടുപേരെ ബാലൻസ് ചെയ്യാനായിട്ട് പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആൻഡ് ഇനി നമുക്ക് കുറച്ച് പാറ്റേൺസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കുറച്ച് പാറ്റേൺസ് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് നമ്മുടെ ഈ പറയുന്ന സബ്ജക്ട് വേർബ് എഗ്രിമെന്റിനകത്ത്. ചുരുക്കത്തിലൊരു 12 പാറ്റേൺസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഇപ്പം കേസ് 1, ഓക്കെ, ഫസ്റ്റ് പാറ്റേൺ ആണ്. അതിനകത്ത് തന്നെ 3 ടൈപ്സ് ഉണ്ട്. എ ബി സി എന്ന് പറഞ്ഞ് 3 ടൈപ്സ് ഉണ്ട്. അങ്ങനെ ഒരു 12 പാറ്റേൺസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ സെഷനിൽ നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു ഏരിയ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് അപ്കമിങ് സെഷൻസിൽ നമുക്ക് ബാക്കി പാറ്റേൺസും കൂടെ കാണാം. അപ്പം ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്ന് കാണിക്കാനാണ്, ഇങ്ങനത്തെ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് കാണിക്കാനാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. നമുക്ക് ഏത് പാറ്റേൺ ആണെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പം സബ്ജക്റ്റിനനുസരിച്ചാണോ വേർബ് എന്ന് മാത്രം നോക്കുക. ഓക്കെ, സബ്ജക്റ്റിനനുസരിച്ചാണോ വേർബ് എന്ന് നോക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ പാറ്റേൺ കാണാം. ഹിയർ വി ഗോ വിത്ത് ദ ഫസ്റ്റ് പാറ്റേൺ. ഓക്കെ, ദാ ആദ്യത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ 2 സബ്ജക്ട്സ് ജോയിൻഡ് ബൈ ആൻഡ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പാറ്റേൺ. ഏതാ? 2 സബ്ജക്ട്സ് ജോയിൻഡ് ബൈ ആൻഡ്. അപ്പൊ നമുക്കറിയാവുന്ന റൂൾ എന്താ? സബ്ജക്റ്റ് അനുസരിച്ച് പോകും. നമുക്ക് ആ ഒരൊറ്റ റൂള് മാത്രമേ അറിയത്തുള്ളേ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. മീനു ആൻഡ് മരിയ. ഓക്കെ, 2 സബ്ജക്റ്റ് ഉണ്ടല്ലോ അവിടെ. ഉണ്ട്, 2 സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, മീനു മരിയ 2 സബ്ജക്ട്സ് ഉണ്ട്. ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. ഇതാണ് പാറ്റേൺ. ഓക്കെ, അതവിടെ നിന്നോട്ടെ. മീനു ആൻഡ് മരിയ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ അല്ലേ? അപ്പൊ അവിടെ എന്ത് വരും? ആർ പ്രസന്റ് ഇൻ ദ ക്ലാസ്. ഓക്കെ, മീനു ആൻഡ് മരിയ ആർ പ്രസന്റ് ഇൻ ദ ക്ലാസ്. എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ? ഒന്നുമില്ല, ഒരു ട്വിസ്റ്റും ഇല്ല. ഓക്കെ, അതിനകത്ത് ഒരു ട്വിസ്റ്റും ഇല്ല. അടുത്തത് അജു ആൻഡ് ഐ. പാറ്റേൺ സെയിം തന്നെയാണ്. അജു ഒരു സബ്ജക്ട്, ഐ രണ്ടാമത്തെ സബ്ജക്ട്. അപ്പൊ 2 സബ്ജക്ട്സ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിരിക്കുക. ഓക്കെ, 2 സബ്ജക്ട്സ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിരിക്കുക. ഓക്കെ, ശരി. അപ്പോ 2 സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആൻഡ്. നമ്മൾ ഇത് വായിച്ചു നോക്കി, എത്ര പേരുണ്ട്? അജു ഉണ്ട്, ഞാനും ഉണ്ട്, 2 പേരുണ്ട്. സബ്ജക്റ്റ് പ്ലൂറൽ അല്ലേ? അപ്പൊ വെർബും പ്ലൂറൽ. ആർ ഫ്രണ്ട്സ്. ഓക്കെ, ആർ ഫ്രണ്ട്സ്. അതായത് ഇവിടെ നമുക്ക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ, അതായത് ഫസ്റ്റ് കേസിൽ ഞാൻ പറഞ്ഞു പാറ്റേൺ എന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ 2 സബ്ജക്ട്സ് ജോയിൻഡ് ബൈ ആൻഡ്. 2 subjects joined by and. Okay, 2 subjects are joined by and. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഓക്കെ, ഇതിൽ ബൈ ഹാർട്ട് ഒന്നും പഠിക്കാനില്ല. സബ്ജക്റ്റ് 2 എണ്ണം ഉണ്ട്. സബ്ജക്റ്റ് അപ്പൊ പ്ലൂറൽ അല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കലി വേർബും എന്തായിരിക്കും? വേർബും പ്ലൂറൽ ആയിരിക്കും. അത്രേ ഉള്ളൂ. സബ്ജക്റ്റ് അവിടെ പ്ലൂറൽ ആണ്, വേർബും പ്ലൂറൽ. ഓക്കെ, ഒന്നും ബൈ ഹാർട്ട് ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കാം. ഇതേ പാറ്റേൺ തന്നെ. ഓക്കെ, അതേ ഫസ്റ്റ് വണ്ണിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ പാറ്റേൺ തന്നെ നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് വായിച്ചേ. ബ്രെഡ് ആൻഡ് മിൽക്ക്. 2 സബ്ജക്ട്സ് ഉണ്ട്. ബ്രെഡ് മിൽക്ക് ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്.
ഇസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അതെന്നാ അവിടെ ഇസ് വരാൻ കാരണം? കണ്ടോ, എന്തുകൊണ്ട് അവിടെ ഇസ് വന്നു? ബ്രെഡ് ആൻഡ് മിൽക്ക് ഇസ് ഗുഡ് എന്ന് വരാൻ കാരണം എന്താ? അവിടെ രണ്ട് സബ്ജക്ട്സ് ഉണ്ട്, ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവം? എന്താണ്? ടു സബ്ജക്ട്സ് ജോയിൻഡ് ബൈ ആൻഡ് സംഭവിച്ചു. പിന്നെ ബാക്കി എന്താ പറ്റിയത് അവിടെ? ഇവിടെ ഡാഷ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാന്നാ പറയുന്നത്. എന്താ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതായിട്ടുള്ളത്? അതായത് നമ്മൾ ഒരു ഷോപ്പിൽ പോകുന്നു, നമ്മളൊരു കടയിൽ പോകുന്നു. ഓക്കെ, നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് മേടിക്കുന്നു, ഒരു പാക്കറ്റ് പാലും മേടിക്കുന്നു. അപ്പൊ ഞാൻ അതിനെ എങ്ങനെ എഴുതാം? എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമല്ലോ. അതായത് ബ്രെഡ് ആൻഡ് മിൽക്ക് ഇസാണോ ആറാണോ? ബോട്ട് ഫ്രം ദ ഷോപ്പ്. ഓക്കെ, ബോട്ട് ഫ്രം ദ ഷോപ്പ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. സോ ഞാൻ കടയിൽ പോയി ഒരു പാക്കറ്റ് ബ്രെഡും ഒരു പാക്കറ്റ് പാലും മേടിച്ചുകൊണ്ട് വന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഷോപ്പിൽ പോയിട്ട് രണ്ട് സാധനങ്ങൾ മേടിച്ചില്ലേ? ഒരു പാക്കറ്റ് ബ്രെഡും ഒരു പാക്കറ്റ് പാലും, രണ്ടിന് സെപ്പറേറ്റ് പൈസ കൊടുത്ത് ഞാൻ മേടിച്ചല്ലോ അല്ലെ? സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, അപ്പൊ വേർബും പ്ലൂറൽ. ആർ ബോട്ട് ഫ്രം ദ ഷോപ്പ് എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത സീൻ. ഞാൻ രാവിലെ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഗ്ലാസ് പാല് കാച്ചി. ഓക്കെ, ഒരു ഗ്ലാസ് പാല്. എന്നിട്ട് ഞാൻ ഈ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡിന്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു 2 സ്ലൈസസ് എടുത്തിട്ട് ഞാൻ ഈ പാല് ഡിപ്പ് ചെയ്ത് കഴിക്കുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഗ്ലാസ് പാല്, അതിനകത്ത് ഞാൻ 2 സ്ലൈസ് ഓഫ് ബ്രെഡ് ഡിപ്പ് ചെയ്തു. എന്നിട്ട് ഇത് ഞാൻ കഴിക്കുക. എന്നിട്ട് ഞാൻ പറയാം, ഇത് ഭയങ്കര ഹെൽത്തി ആട്ടോ, നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം, ഇത് അടിപൊളിയാണ് ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്താണ്? ഈ പറയുന്ന പാലും ബ്രെഡും. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്ത് കോംബോയാ കഴിച്ചത്? പാലും ബ്രെഡും. അപ്പൊ അത് ഒരു സാധനമായിട്ട് മാറി. ഓക്കെ, 2 ഐറ്റംസ് ആണെങ്കിലും ഈ കോമ്പിനേഷൻ ആണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടം. അപ്പൊ അത് ഒന്നായിട്ട് മാറിയില്ലേ? അപ്പൊ അവിടെ സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ. അതാണ് അവിടെ ഇസ് എന്ന് വന്നത്. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാൻ എ ബി സി അങ്ങനെ 3 എക്സാമ്പിൾസ് തരുവാണെങ്കിൽ, ഞാൻ സിയിൽ നോക്കുവാണെങ്കിൽ ബ്രെഡും മിൽക്കും. ഓക്കെ, ഇത് രണ്ടും ഞാൻ ഷോപ്പിൽ നിന്ന് പോയി മേടിച്ചിട്ട് വന്നു. ബ്രെഡും മിൽക്കും. ഓക്കെ, രണ്ടും ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് വന്നു. ഒരു പാക്കറ്റ് ബ്രെഡ്, ഒരു പാക്കറ്റ് മിൽക്ക്. ഓക്കെ, ഇത് രണ്ടും ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. സോ ബ്രെഡ് ആൻഡ് മിൽക്ക് ആർ ബോട്ട് ഫ്രം ദ ഷോപ്പ്. സിയിനകത്ത്. എക്കകത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ബ്രെഡും മിൽക്കും കൂടെ മിക്സ് ചെയ്തൊരു കോമ്പിനേഷൻ ആയിട്ട് ഞാൻ കഴിക്കുക. ആ പാലിനകത്ത് ഇല്ല, ഞാൻ വേണമെങ്കിൽ ബ്രെഡ് എടുത്തു, ഒരു പ്ലേറ്റിനകത്ത് ഞാൻ ബ്രെഡ് എടുത്തു, എന്നിട്ട് അതിനകത്ത് ഞാൻ പാലിങ്ങനെ ഒഴിക്കുകയാണ്. എങ്ങനെയോ ഞാൻ എന്താണല്ലോ ആ കോമ്പിനേഷൻ കഴിക്കുക. അതും അടിപൊളിയാന്ന് ഞാൻ പറയുക. ഓക്കെ, അപ്പൊ അത് ഒരു സാധനമായിട്ട് മാറുക. അപ്പോൾ ഇൻ ഷോർട്ട് അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഓക്കെ, ബി നോക്കിക്കേ. റൈസ് ആൻഡ് ചിക്കൻ ഇസ് മൈ ഫേവറേറ്റ് ഡിഷ്. ഇപ്പൊ അമ്മ രാവിലെ എണീറ്റിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നു, പിന്നെ ചോറുണ്ടാക്കുന്നു. ഓക്കെ, എന്നിട്ട് അമ്മ സാലഡ് ഉണ്ടാക്കുന്നു, ചിലപ്പോൾ അതിൻ്റെ കൂടെ പപ്പടം ഉണ്ടാക്കുന്നു. ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുക. പക്ഷെ ഞാൻ പറയാം, അപ്പൊ ഇന്ന് നമുക്ക് എനിക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ചോറും ചിക്കൻ കറിയും മാത്രം മതി. അപ്പൊ ആ കോമ്പിനേഷനാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് പിക്കിളും ഇഷ്ടമല്ല, പപ്പടവും സാലഡും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ചോറും ചിക്കൻ കറി, നമ്മൾ പറയത്തില്ലേ അപ്പം ആൻഡ് മുട്ടക്കറി, പിന്നെ ബീഫ് റോസ്റ്റ് ആൻഡ് പൊറോട്ട. അപ്പം ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമാണ് അല്ലെ? അപ്പൊ അങ്ങനത്തെ കോമ്പിനേഷൻ. സോ അവിടെ ആ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അത് ഒറ്റ സാധനമായിട്ട് മാറുക. അപ്പൊ എൻ്റെ ഫേവറേറ്റ് ഡിഷ് എന്താണ്? റൈസ് ആൻഡ് ചിക്കൻ കറി. ഓക്കെ, അപ്പൊ അത് ഒരു സാധനമായിട്ട് മാറി. അപ്പൊ അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് വേർബ് അവിടെ സിംഗുലർ ആയിട്ട് കൊടുത്തത്. ഈസ് മൈ ഫേവറേറ്റ് ഡിഷ് എന്ന് വരും. കണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? വീണ്ടും 2 സബ്ജക്ട്സ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. പാറ്റേൺ ഒക്കെ സെയിമാ, പക്ഷെ അത് ഒന്നിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഒരു കാര്യത്തെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ സബ്ജക്ട് സിംഗുലറാ. അപ്പൊ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വേർബും സിംഗുലർ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇതിന്റെ ഒരു പാറ്റേണും കൂടെ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ 2 സബ്ജക്ട്സ് ഉണ്ട്, ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ഇവിടെ ഞാൻ ആർട്ടിക്കിളും കൂടെ കൊണ്ടുവരിക. ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇംഗ്ലീഷിന്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദ, ഇതാണ് ഇംഗ്ലീഷിന്റെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് നമ്മളത് പഠിക്കും. ഓക്കെ, സോ ഈ ആർട്ടിക്കിൾസ് എ ആൻഡ് ദ, ഇവരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അതിന് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ തൽക്കാലം നമുക്ക് സബ്ജക്ട് വേർബിൽ മാത്രം ഒന്ന് നോക്കാവേ. ഈ എക്സാമ്പിൾസ് നോക്കിക്കേ, 2 എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ അതിനെ എ ബി എന്ന് കൊടുക്കുവാണേ, എ ബി. ഓക്കെ, ഫസ്റ്റ് വൺ, ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ. ഒരു ആർട്ടിക്കിൾ അല്ലേ ഉള്ളൂ, ദ സെക്രട്ടറി. അടുത്താലോ, ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ. 2 ആർട്ടിക്കിൾസ് ഇല്ലേ? കണ്ടോ, മനസ്സിലായോ? പാറ്റേൺ സെയിം ആണേ. ഞാൻ ഫസ്റ്റ് പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. 2 സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആൻഡ്. പാറ്റേൺ അത് തന്നെയാണ്, 2 സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആൻഡ്. അപ്പോൾ ആർട്ടിക്കിൾസിനെ കൊണ്ടുവന്നു. എക്കകത്ത് ഒരു ആർട്ടിക്കിളും ബിക്കകത്ത് 2 ആർട്ടിക്കിൾസും. ഓക്കെ, ശരി. ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ മീനിങ് അത് ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ മീനിങ് അത് ഒരു സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ അല്ലേ? അതുകൊണ്ടാണ് ആദ്യത്തെ എക്സാമ്പിളിനകത്ത് ഇസ് അറസ്റ്റഡ്. അതായത് അവിടെ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ, ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ, വിച്ച് മീൻസ് ഒരാൾ തന്നെയാണ് സെക്രട്ടറിയുടെ പോസ്റ്റും ട്രഷററിന്റെ പോസ്റ്റും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്തു. 1 person is arrested. ഒരാളെയാണ് അവിടെ അറസ്റ്റ് ചെയ്തത്. കണ്ടോ, അതാണ് അവിടെ ഇസ് വന്നേ. അടുത്തതിനകത്ത് ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ, 2 ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ സെക്രട്ടറിനെ അറസ്റ്റ് ചെയ്തു, ട്രഷററിനെ അറസ്റ്റ് ചെയ്തു, 2 പേരെ അറസ്റ്റ് ചെയ്തു. 2 ആർട്ടിക്കിൾസ് ആണെങ്കിൽ അത് 2 പേരാണ്. അപ്പൊ സെക്രട്ടറി, ട്രഷറർ, 2 പേരെ അറസ്റ്റ് ചെയ്തു. സബ്ജക്ട് പ്ലൂറൽ, വേർബ് പ്ലൂറൽ, ആർ അറസ്റ്റഡ്. അവിടെ 2 പേരെ അറസ്റ്റ് ചെയ്തു. കണ്ടോ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാൻ. ഞാൻ ആ കോൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ വേറെ ഒന്നും മാറ്റിയിട്ടില്ല. ഞാൻ ആ കോൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ 2 സബ്ജക്ട്സ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റ് പ്ലൂറൽ ആണോ എങ്കിൽ വേർബ് പ്ലൂറൽ. പക്ഷെ ചില സമയത്ത് അവരൊരു കോൺസെപ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, ഒരു ഐഡിയ ആണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരെ സിംഗുലർ ആയിട്ട് എടുക്കണം. അപ്പോൾ സബ്ജക്ട് പ്ലൂറൽ, സബ്ജക്ട് സിംഗുലർ, വേർബ് സിംഗുലർ. ഓക്കെ, പാറ്റേൺ എല്ലാം സെയിമാ. ഈ പറഞ്ഞ ഫസ്റ്റ് കേസിലെ 3 ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാത്തിനകത്തും 2 സബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കാം, എങ്കിൽ വേർബ് പ്ലൂറൽ. പക്ഷെ ചില സമയത്ത് ഇത് സിംഗുലർ, ഒറ്റക്കെട്ടായിട്ട് ഒരു കാര്യത്തെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സബ്ജക്റ്റ് അവിടെ സിംഗുലർ ആണ്, വേർബും സിംഗുലർ ആണ്. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾസ് വരുമ്പോൾ ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ അത് ഒന്നിനെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ സബ്ജക്ട് സിംഗുലർ, വേർബ് സിംഗുലർ. 2 ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് 2 എണ്ണത്തെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സബ്ജക്ട് പ്ലൂറൽ, വേർബ് പ്ലൂറൽ. ഓക്കെ, യെസ്. ഇങ്ങനെയുള്ള 2 കേസസും കൂടെ ഒന്ന് നമുക്ക് കാണാം. ഇത്രയും നേരം ഞാൻ കാണിച്ച കണക്ടർ ആൻഡ് ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ ആ ആൻഡിനെ മാറ്റുക. ആൻഡിന് പകരം ഞാൻ പുതിയ സെറ്റ് ഓഫ് കണക്ടേഴ്സിനെ ഇറക്കിയേ. ഇതാണ് എന്റെ പുതിയ സെറ്റ് ഓഫ് കണക്ടേഴ്സ്. കണ്ടോ? വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, അസോസിയേറ്റഡ് വിത്ത്, ആസ് വെൽ ആസ് അക്കംപനീഡ് ബൈ. 2 പേരെയും കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. ലൈക്ക്, അൺലൈക്ക്. ലൈക്ക് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ട് എന്ന മീനിങ് ആണ്. അൺലൈക്ക് ഡിഫറെന്റ് ആയിട്ട്, വ്യത്യസ്തമായിട്ട് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, സോ വെൻ യു സീ ദീസ് കണക്ടേഴ്സ്, ഓക്കെ, സോ വെൻ 2 സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ എനി ഓഫ് ദീസ് കണക്ടേഴ്സ്, what is a subject, what is a verb? Okay, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്ത്, ഇപ്പൊ ആൻഡിന് പകരം ഞാൻ ഇതിലേതെങ്കിലും കണക്ടേഴ്സ് ഉപയോഗിച്ചാൽ verb follows first subject, the verb follows first subject. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം നമ്മൾ ആൻഡിനെ കണ്ടു. ഇനി ആൻഡിന് പകരം ഇതിലേതെങ്കിലും കണക്ടറിനെ കണ്ടാൽ, when 2 subjects are joined by any of these connectors, the verb follows first subject. ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾ verb യൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും കണക്ടർ വെച്ചാണ് നമ്മൾ 2 സബ്ജക്ട്സ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾ verb യൂസ് ചെയ്യാം. ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾ verb യൂസ് ചെയ്യാം. നമുക്ക് നോക്കാം. ഓക്കെ, Mr. Rana together with his parents was admitted in the hospital. കണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ റാണ ടുഗെദർ വിത്ത്. ഞാനിപ്പോ തന്നിട്ടുള്ള കണക്ടർ ആണല്ലോ ടുഗെദർ വിത്ത്. അപ്പൊ ടുഗെദർ വിത്ത് കണ്ട എന്ത് ചെയ്യണം? ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബ്. ആദ്യത്തെ സബ്ജക്ട് റാണ. റാണ സിംഗുലർ അല്ലേ? ആണ്. അപ്പൊ വേർബും സിംഗുലർ, വാസ് അഡ്മിറ്റഡ് എന്ന് വരും. കണ്ടോ? അത്രേ ഉള്ളൂ.
സി വീണ്ടും അടുത്ത നോക്കിക്കേ, ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് ദ ടീച്ചർ, അലോങ് വിത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, വിത്ത്, ടുഗെദർ വിത്ത്, അലോങ് വിത്ത്, അസോസിയേറ്റഡ് വിത്ത്. ഓക്കെ, ഇങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യണം? ആദ്യത്തെ സബ്ജക്ട് അനുസരിച്ച് വേർബ്. ഇവിടെ ആദ്യത്തെ സബ്ജക്ട് ആരാ? സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് പ്ലൂറൽ അല്ലേ, അപ്പൊ വേർബും പ്ലൂറൽ ഹാവ് എന്ന് വരും. കണ്ടോ? അപ്പൊ ഇവിടെ കണക്ടേഴ്സ് ഓർത്തിരുന്നോണേ. ഞാൻ പറയുന്ന കേസ് 2ലും 3ലും നിങ്ങൾ കണക്ടേഴ്സ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ആരൊക്കെയാ? വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, അസോസിയേറ്റഡ് വിത്ത്, ലൈക്ക്, അൺലൈക്ക് ഒക്കെ വന്നാൽ ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ചും. ഓക്കെ, ഇനി അടുത്തത് കാണിച്ചു തരാം. അടുത്തത് പുതിയ സെറ്റ് ഓഫ് കണക്ടേഴ്സ് ഉണ്ട്. എന്റെ അടുത്ത സെറ്റ് കണ്ടോ? ഇതാണ് എന്റെ അടുത്ത താരങ്ങള്. കണ്ടോ? ഇത് എന്തൊക്കെയാ? ഓർ, നോർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഓക്കെ, ആരൊക്കെയാ? ഓർ, നോർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇവരെ കണ്ട എന്ത് ചെയ്യണം? ഇവരെ കണ്ട സബ്ജക്റ്റ് അനുസരിച്ച് വേർബ്. ഏത് സബ്ജക്ട്? സെക്കൻഡ് സബ്ജക്റ്റിന് അനുസരിച്ച് വേർബ് കേട്ടോ. ഓക്കെ, ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കണക്ടേഴ്സിനെ ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. കണക്ടേഴ്സിനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഓർ, നോർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ വന്നാൽ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ചും, വിത്ത്, ടുഗെദർ വിത്ത്, ടീം വന്നാൽ ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ചും വേർബ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. neither the teachers nor the principal. കണ്ടോ? neither nor വന്നത് കണ്ടോ? neither nor. അടുത്തതിനകത്തോ either the principal or the teachers, either or. ഇവരെല്ലാം കണ്ടുപരിചയം ഉണ്ടല്ലോ അല്ലേ? എന്താ അപ്പൊ പറയുന്നത്? neither nor എന്ന് വന്നാലോ either or എന്ന് വന്നാലോ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ സബ്ജക്ട് നമുക്ക് നോക്കാം. neither the teachers nor the principal. പ്രിൻസിപ്പൽ രണ്ടാമത്തെ സബ്ജക്ട് പ്രിൻസിപ്പൽ സിംഗുലർ അല്ലേ, അപ്പൊ വേർബും സിംഗുലർ ഇസ് റെസ്പോൺസിബിൾ. അടുത്തത് either the principal or the teachers. രണ്ടാമത്തെ സബ്ജക്ട് ടീച്ചേഴ്സ് പ്ലൂറൽ ആണ്, അതുകൊണ്ട് വേർബും പ്ലൂറൽ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് കേസസിൽ മാത്രം, കേസ് 2ലും 3ലും മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ആ കണക്ടേഴ്സ് ഓർത്തിരിക്കുക. ഓക്കെ, വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇതാണ് ഞാൻ ആദ്യം പഠിപ്പിച്ച സെറ്റ്. അപ്പൊ ഇവരെ കണ്ടാൽ, ഈ കണക്ടേഴ്സിനെ കണ്ടാൽ നിങ്ങൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. രണ്ടാമത് പഠിപ്പിച്ച സെറ്റ് ഏതാ? ഓർ, നോർ, ഐദർ ഓർ, ടീം അല്ലെ. അവരെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞിടത്തെല്ലാം ഞാൻ കോൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ കോൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഒരേ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ, സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. ഐ റിപ്പീറ്റ്, സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. സബ്ജക്റ്റ് സിംഗുലർ ആണോ? വേർബും സിംഗുലർ. വേർബിനെ എങ്ങനെ സിംഗുലർ ആക്കാം? SORES കൊടുക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആക്കുക. അവിടെ SORES ഒന്നും ഇല്ല. പിന്നെ സ്പെഷ്യൽ കേസ് ആയിട്ടുള്ളത് ഐയും യു ആ രണ്ടുപേരുടെയും കൂടെ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ പല പാറ്റേൺസ് ഉണ്ട്. അതിൽ 3 പാറ്റേൺസ് നമ്മൾ കണ്ടു. ആദ്യം 2 സബ്ജക്ട്സ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. അതിനകത്ത് പ്രത്യേകം നോക്കേണ്ടത് സബ്ജക്റ്റ് പ്ലൂറൽ ആണോ എങ്കിൽ വേർബ് പ്ലൂറൽ, സബ്ജക്റ്റ് സിംഗുലർ ആണോ എങ്കിൽ വേർബ് സിംഗുലർ, ഒരു ആർട്ടിക്കിൾ ആണോ സിംഗുലർ സബ്ജക്ട് സിംഗുലർ വേർബ്, 2 ആർട്ടിക്കിൾസ് ആണോ പ്ലൂറൽ സബ്ജക്ട് പ്ലൂറൽ വേർബ്. ഓക്കെ, എഴുതിയിരിക്കുന്ന കാണാമല്ലോ അല്ലേ? ഓക്കെ, 2 persons എന്നാണ് അടിയിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വിത്ത്, ടുഗെദർ വിത്ത്, ടീം വന്നാൽ ആദ്യത്തെ സബ്ജക്ട് അനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. ഓർ, നോർ, ടീം വന്നാൽ രണ്ടാമത്തെ സബ്ജക്ട് അനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് അടുത്ത പാറ്റേൺസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, സോ ദിസ് ഇസ് റീമ സൈനിങ് ഓഫ്. സീ യു ഇൻ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.